നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ലീഗും ചില സീറ്റുകൾ വച്ചുമാറുമെന്നുള്ള സൂചന ശക്തമാവുകയാണ്. രണ്ടു പേർക്കും ജയിക്കാൻ പറ്റിയ സീറ്റുകൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ സീറ്റുകൾ വച്ചുമാറുന്നതിന് പിന്നിലുള്ള കാരണം. ചില സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നിന്നാൽ ജയിക്കും, ചില സീറ്റുകളിൽ ലീഗ് സ്ഥാനാർത്ഥികൾ നിന്നാൽ ജയിക്കും. ലീഗ് സ്ഥാനാർത്ഥികൾ നിന്നാൽ ജയിക്കുന്ന ചില സീറ്റുകൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലുണ്ട്. ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നിന്നാൽ ജയിക്കുന്ന ചില സീറ്റുകൾ ലീഗിൻ്റെയും കയ്യിലുണ്ട്. അത്തരം സീറ്റുകൾ വച്ചു മാറിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം വരുന്ന 2026 തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. കാരണം മറ്റു പല കഴിഞ്ഞ തവണകളിലെ പോലെ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസും ലീഗും തമ്മിൽ ഇത്തവണ കാര്യമായ തർക്കങ്ങളൊന്നുമില്ലാതെ വേഗം പരിഹരിക്കാനുള്ള നീക്കമാണ് അവർ നടത്തുന്നത്. ലീഗും കോൺഗ്രസും തമ്മിൽ 2026 തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ സീറ്റ് ധാരണ പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി പ്രചരണത്തിലേക്ക് പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ലീഗ് നേതൃത്വം നിൽക്കുന്നത്. കാരണം 2026 തെരഞ്ഞെടുപ്പിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഭരണം പിടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഭരണം കിട്ടാതെ ഇനി ലീഗിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി വലിയൊരു ഏറ്റുമുട്ടലിലേക്കൊന്നും ഇക്കാര്യത്തിൽ പോകണ്ട എന്നും കോൺഗ്രസിൻ്റെ നിലപാട് കൂടി അറിഞ്ഞ് സീറ്റ് വിഭജനം നടത്തണമെന്നുമാണ് ലീഗ് നേതൃത്വം ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലും കൊല്ലം ജില്ലയിലുമൊക്കെ ലീഗിന് ലഭിക്കുന്ന ചില സീറ്റുകൾ കോൺഗ്രസുമായി വച്ചുമാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി സീറ്റ് ഇപ്പോൾ നിലവിൽ ലീഗിൻ്റെ കയ്യിലാണ്. അവിടെ ജയിച്ചത് 2021 ജയിച്ചത് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി പി രാജീവാണ്. ലീഗ് നേതാവും മുൻ പൊതുമരാമത്ത് മന്ത്രിയുമായ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനാണ് അവിടെ കഴിഞ്ഞ തവണ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്നത്. ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ നിന്നതുകൊണ്ട് മാത്രമാണ് ആ സീറ്റ് ലീഗിന് നഷ്ടപ്പെട്ടതെന്നും പി രാജീവ് ജയിച്ചതെന്നും അവിടെ CPM ജയിക്കാനുള്ള വോട്ടുകൾ ഇല്ല എന്നും നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനെ ജയിപ്പിക്കില്ല എന്ന് ലീഗുകാർ തീരുമാനിച്ചതിനെ തുടർന്നാണ് അവിടെ പി രാജീവ് ജയിച്ചു കയറിയത്. തനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ തന്നെ മകന് സീറ്റ് ലഭിക്കണമെന്ന് ഇബ്രാഹിം കുഞ്ഞ് ആവശ്യപ്പെട്ടിരുന്നത്രേ. എന്നാൽ ഇബ്രാഹിം കുഞ്ഞ് തന്നെ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം അവിടെ ജയിക്കുകയും ചെയ്യുമായിരുന്നു. കാരണം അദ്ദേഹം വളരെ ജനകീയനായ നേതാവാണ്. എന്നാൽ പാലാരിവട്ടം പാലത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും അതേ തുടർന്ന് ഇബ്രാഹിം കുഞ്ഞിൻ്റെ അടുത്തതിൻ്റെ കേസുമെല്ലാം 2021 തെരഞ്ഞെടുപ്പിൽ അവിടെ ചില ചലനങ്ങൾ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനാണ് അവിടെ മത്സരിച്ചത്. അതുകൊണ്ടാണ് UDFനും ലീഗിനും ആ സീറ്റ് നഷ്ടപ്പെട്ടത്. എന്നാൽ ഇത്തവണ കളമശ്ശേരി സീറ്റ് കോൺഗ്രസിന് നൽകി കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന പെരുമ്പാവൂർ സീറ്റ് ലീഗിന് നൽകാനുള്ള ചർച്ചകൾ തകൃതിയായി നടക്കുകയാണ്. കളമശ്ശേരി സീറ്റിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിന്നാൽ കോൺഗ്രസ് അവിടെ തൂത്തുവാരുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം വലിയ ജനകീയ നേതാവാണ് മുഹമ്മദ് ഷിയാസ്. കാര്യം ശരി, ചെറുപ്പക്കാരനാണെങ്കിലും എറണാകുളത്തെ കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ജനപ്രിയനായ നേതാവായ മുഹമ്മദ് ഷിയാസ് നിന്നാൽ കളമശ്ശേരി പുഷ്പം പോലെ രാജീവിൽ നിന്നും പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം മാറ്റം വരുത്താൻ സാധാരണ ജനങ്ങൾ പോലും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളമശ്ശേരി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവിടെ മുഹമ്മദ് ഷിയാസിനെ പോലും സ്ഥാനാർത്ഥി നിന്നാൽ ഉറപ്പായിട്ടും ആ സീറ്റ് കോൺഗ്രസിന് ലഭിക്കുകയും ചെയ്യും. കാരണം ഷിയാസ് എറണാകുളത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അത്രയ്ക്ക് ജനകീയനാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് ഒരുപക്ഷെ പരാജയപ്പെടാൻ സാധ്യതയുള്ളൊരു സീറ്റാണ് പെരുമ്പാവൂർ സീറ്റ്. അവിടെ ശ്രീ എൽദോസ് കുന്നപ്പള്ളിയാണ് MLA. എൽദോസ് കുന്നപ്പള്ളി കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് പോലും വളരെ കുറഞ്ഞ 2500-3000 വോട്ടിനാണ്. അതുകൊണ്ട് ഇത്തവണ അദ്ദേഹത്തെ മാറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ ആ സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന വിശ്വാസം കോൺഗ്രസിനുണ്ട്. ആ സീറ്റ് മുസ്ലിം ലീഗ് നൽകുകയാണെങ്കിൽ, കാരണം മുസ്ലിം സമൂഹത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് ഈ പെരുമ്പാവൂർ മേഖല. അതുകൊണ്ട് നേരത്തെ TH മുസ്തഫ, കോൺഗ്രസിലെ TH മുസ്തഫയൊക്കെ പെരുമ്പാവൂരിൽ നിന്ന് ജയിക്കാറുള്ളത് അദ്ദേഹത്തിന് അവിടെ മുസ്ലിം സമൂഹത്തിനിടയിൽ നല്ല സ്വാധീനമുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ യാക്കോബായ വിശ്വാസികൾക്കും വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് പെരുമ്പാവൂർ. PP തങ്കച്ചനടക്കമുള്ള എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ളവർ ജയിച്ചത് യാക്കോബായ സഭയുടെ പിന്തുണ കൊണ്ടാണ്. അതുകൊണ്ട് എന്നാൽ ഇത്തവണ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ചില ആരോപണങ്ങൾക്ക് ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ മാറ്റുന്നതാണ് ആ സീറ്റ് നിലനിർത്താൻ നല്ലതെന്നുള്ള ധാരണ കോൺഗ്രസിനുള്ളത് കൊണ്ട് ആ സീറ്റ് ലീഗിന് നൽകിക്കൊണ്ട് കളമശ്ശേരി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇരവിപുരം പോലത്തെ അവിടെ ലീഗ് മത്സരിക്കുന്ന ചില സീറ്റുകൾ കൊല്ലം ജില്ലയിൽ പുനലൂർ, ഇരവിപുരം, അതൊന്നും ലീഗ് മത്സരിച്ചാൽ ഒരിക്കലും ജയിക്കില്ല. അതുകൊണ്ട് മാത്രം LDF ജയിച്ചു പോകുന്ന സീറ്റുകളാണ്. ആ സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് കോൺഗ്രസ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിൽ ലീഗ് മത്സരിച്ച സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് വേറെ ഏതെങ്കിലും സീറ്റുകൾ തിരുവനന്തപുരം ജില്ലയിലോ മറ്റോ ഒരു സീറ്റ് ലീഗിന് നൽകാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. കാരണം ആന്റണി രാജു ഇപ്പോൾ മത്സരിച്ച് ജയിച്ച സീറ്റ് പണ്ട് ലീഗിൻ്റെ നേതാക്കൾ ജയിച്ചിട്ടുള്ള സീറ്റാണ്.
സീറ്റാണ്. ആ സീറ്റ് ലീഗിന് നൽകാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ചർച്ചകളിൽ ഏതായാലും കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ സീറ്റ് ലീഗിനും ലീഗിന്റെ സീറ്റ് കോൺഗ്രസിനും വച്ചു മാറിക്കഴിഞ്ഞാൽ ആ 2 സീറ്റുകളും പോകാതെ ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസം കോൺഗ്രസ് നേതൃത്വത്തിനും ലീഗ് നേതൃത്വത്തിനും ഉണ്ട്.